ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വീണ്ടും വർഷയും വിവേകും കൂടിയും അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. വർഷയ്ക്ക് നല്ല സങ്കടമുണ്ട്. വർഷയുടെ മനസ്സിൽ എപ്പോഴും ശ്രീനാഥും അതുപോലെ മരിച്ചുപോയ തൻ്റെ അമ്മയും ആച്ചയൊക്കെയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ വിവേക്, എന്തിനാ താൻ ഇങ്ങനെ കരയുന്നത്? തൻ്റെ കണ്ണ് തുടച്ച് തരട്ടെ, ഞാൻ അങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ താൻ തന്നെ കണ്ണ് തുടക്കേ, ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അഞ്ചു അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഓ, പൂച്ചപ്പം രണ്ട് കാലിൽ നിവർന്ന് നിൽക്കാനൊക്കെ ആയോ? പിന്നല്ലാതെ എൻഗേജ്മെൻറ്റ് ഡേറ്റ് ഉറപ്പിച്ചതോടുകൂടി തന്നെ പൂച്ചേനി പാത്തും പതുങ്ങിയൊന്നല്ല നിൽക്കുന്നത്, രണ്ട് കാലത്ത് തന്നെ നിവർന്ന് നിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ഞാൻ ആരെ പേടിക്കാനാണ് എന്ന് പറയുമ്പോൾ അതേ ആൻറ്റി വരുന്നു. അയ്യോ, ഒന്ന് പേടിപ്പിക്കില്ല അഞ്ചു എന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നെ വർഷേ, ഇന്ന് ഗൂഗിൾ പേയിലൊന്നല്ല ആൻറ്റിക്ക് പൈസ അയച്ചു കൊടുക്കേണ്ടത്, ക്യാഷായിട്ട് കയ്യിൽ കൊടുക്കാനാണ് പറഞ്ഞതെന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും വർഷയ്ക്കാണെങ്കിൽ ഇപ്രാവശ്യം പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ആക്സിഡൻറ്റ് കേസ് കാര്യങ്ങളെല്ലാം വന്നതല്ലേ, അത് കാരണം തന്നെ മമ്മിയുടെ അക്കൗണ്ടിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, അതായിരിക്കാം എന്ന് പറയുന്നു കേട്ടോ. വിവേക് പൊയ്ക്കോളൂ, ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് വർഷം മെല്ലെ അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ എല്ലാവരുടെയും ക്യാഷ് എല്ലാവരും അബിയെ ഏൽപ്പിച്ചിട്ട് ഒരുമിച്ച് കൊടുക്കാനാണ് തീരുമാനം. ആ സമയത്ത് തന്നെ അബി തൻ്റെ വർഷയുടെയും പൈസ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് അഞ്ചുവിൻ്റെയും കൂടി ക്യാഷ് കൊടുക്കുന്നുണ്ട്. വർഷ അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ പൈസ ഈ മാസം എനിക്കില്ല, അതുകൊണ്ട് ആൻറ്റിയോട് പറയണമെന്ന് പറഞ്ഞിട്ടാണ്. അയ്യോ എൻ്റെ പൊന്ന് വർഷയെ, നീ നശിപ്പിച്ചു, നിൻ്റെ പൈസയോടെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് അബി പറയുന്നുണ്ട്. അത് ആരും അറിയേണ്ട വിചാരിച്ച് തന്നെയാണ് ഞാൻ ഇവരോടൊന്നും പറയാഞ്ഞത്. അതെന്താ അങ്ങനെ? കാരണം കഴിഞ്ഞ 2 മാസമായിട്ട് എൻ്റെ പൈസ എന്തായാലും വർഷമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾക്കൊരാവശ്യം വന്നപ്പോൾ ഞാനല്ലേ അവളെ കൂട്ടി നിൽക്കേണ്ടത്. എന്താടോ ഇങ്ങനെയൊക്കെ പറയുന്നത്? വർഷയ്ക്ക് പൈസ കൊടുക്കാനില്ലെങ്കിൽ നമ്മൾ 3 പേരും കൂടി ഷെയർ ചെയ്യേണ്ടേ? അത് എന്താണ് ഇങ്ങനെയൊക്കെ? ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞതല്ലേ, ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. ഇത് വളരെ മോശമായിപ്പോയി വർഷ എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യ, അതുകൊണ്ടൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവിടെ പ്രശ്നങ്ങൾ സോൾവ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഈ ക്യാഷായിട്ട് ശിവനന്ദ തന്നെ വസുന്ധരയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് മോളെ പൈസ ഇത് ആൻറ്റി എന്ന് പറയുന്നു. ഓ, താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. പിന്നെ മോളെ, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു അറിയോ? വിവേകിൻ്റെ പെണ്ണായിട്ട് നീ തന്നെ വരണം എന്നാണ്. ഇന്നും ഞാൻ അത് തന്നെയാണ് മോളെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്, എൻ്റെ വിവേകിൻ്റെ ഭാര്യയായിട്ട് നീ വരണം എന്നുള്ളത്. അത് ആൻറ്റി ഞാൻ വേറൊരു കാര്യത്തിൽ കമ്മിറ്റഡ് ആണെന്ന് പറയുന്നു. അങ്കിതൻ്റെ കാര്യമല്ലേ നീ പറയുന്നത്? അങ്കിതുമായിട്ടുള്ള വിവാഹ നിശ്ചയം നമുക്കൊരു കാര്യം ചെയ്യാം, വിവേകിൻ്റെ നിശ്ചയത്തിൻ്റെ കൂടെ അങ്ങ് നടത്താം. അയ്യോ, അതിപ്പോൾ വേണ്ട ആൻറ്റി. പിന്നെ നീ കള്ളം പറയുകയല്ലേ മോളെ, നീ വിവേകിനെ വിട്ടുകൊടുക്കല്ലേ വർഷയ്ക്ക്? ഞാൻ അങ്കിതിനെ വിളിച്ചു സംസാരിച്ചു. അങ്കിത് എന്താ എന്നോട് പറഞ്ഞതെന്നറിയോ? ശിവയ്ക്ക് ഞാനൊരു ഫ്രണ്ടായിരുന്നാൽ മതിയെന്ന്. അപ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി, നീ വർഷയ്ക്ക് വേണ്ടി വിവേകിനെ വിട്ടുകൊടുത്താണ്, നിൻ്റെ സ്നേഹം മറച്ചു വെച്ചതാണെന്നുള്ളത്. എന്തായാലും നിൻ്റെ മമ്മിയും നീയും കൂടി എൻ്റെ മുന്നിലൊരു നാടകം കളിക്കുകയല്ലേ അന്ന് ചെയ്തതെന്നൊക്കെ പറയുന്നു. ആൻറ്റി എന്തൊക്കെയാണ് പറയുന്നത്? എന്തായാലും നടക്കട്ടെ, പക്ഷേ എൻ്റെ ആഗ്രഹം ഇപ്പോഴും എൻ്റെ വിവേകിൻ്റെ പെണ്ണായിട്ട് നീ വരണമെന്നാണ്. വിവേകിൻ്റെ നിശ്ചയം ഉറപ്പിക്കാൻ പോവുകയാണ്, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും ഞാൻ കുറേ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു, ഒരു പക്ഷേ നടക്കേണ്ടത് ചിലപ്പോൾ വേറെ രീതിയിലാവുമെന്ന് നമ്മുടെ വസുന്ധര പറയുന്നുണ്ട്. വർഷ ശ്രീനാഥിനെ കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ അയാൾ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ പോവില്ലേ, നീ അതൊന്ന് മനസ്സിലാക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ശിവയും ശാസിക്കുന്നുണ്ട്. പിന്നെ ശ്രീനാഥിനെ കാണിക്കുന്ന ഫ്രണ്ടിനെയും അങ്ങനെ തന്നെ വർഷ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു, വയനാട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ അതറിയാം, അച്ഛൻ മറച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ വില്ലേജ് ഓഫീസിൽ വിളിച്ചന്വേഷിച്ചപ്പോൾ അവരാരും വർഷയുടെ ഡീറ്റെയിൽസ് എനിക്ക് തരരുതെന്ന് അച്ഛൻ എല്ലാവരോടും പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഇങ്ങനെയൊക്കെ, എനിക്ക് അവളെ കണ്ടെത്തിയേ പറ്റുള്ളൂ. പിന്നെ നാളെ എനിക്ക് വക്കീൽ ഓഫീസിലൊന്ന് പോകണം. എൻ്റെ ആ ഒരു ആക്സിഡൻറ്റ് കേസിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അവിടെയല്ലേ ചർച്ച ചെയ്യുന്നത്. പിന്നെ ആ ഇൻഷുറൻസ് കാര്യം, വക്കീൽ പോരാ, അയാൾ ആ ഇൻഷുറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. എന്തായാലും ഞാൻ ചെല്ലട്ടെ, എന്നിട്ട് കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും വർഷയെ തന്നെ കാണിക്കുന്നത്. അങ്ങനെ വേറൊരു വീട്ടിലേക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുഡ് എടുക്കാൻ വേണ്ടി നമ്മുടെ ഹോട്ടലിൽ നിൽക്കുന്ന സമയത്ത് തൻ്റെ ഫ്രണ്ടുമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, പുതിയ മാനേജർ കണ്ടോ താനും ചോദിക്കുമ്പോൾ മാനേജറെ കാണാൻ പറ്റിയില്ല, കാരണം എന്നെ അന്നൊരു പ്രശ്നത്തിൽ വിളിച്ചൊക്കെ വരുത്തി. പക്ഷേ മാനേജർക്ക് ഇത്തിരി ഓർമ്മക്കുറവ് ഉണ്ടായതുകൊണ്ട് എൻ്റെ കേസ് അങ്ങനെ വിട്ടു. ഭയങ്കര ദേഷ്യക്കാരനാണ്, മുൻപ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. എന്തായാലും ആൾക്ക് ചെറിയൊരു മറവി ഉണ്ടായതുകൊണ്ട് നമ്മളൊക്കെ തൽക്കാലം അവിടെ രക്ഷപ്പെട്ടു പോവുകയാണെന്നൊക്കെ പറയുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഫുഡ് റെഡി ആയി, ഞാൻ പോട്ടെ എന്ന് പറയുന്നു. ഫുഡുമായിട്ട് വർഷ വേറെ ലൊക്കേഷനിലേക്ക്, അങ്ങനെ വർഷ ആ ലൊക്കേഷനിൽ എത്തുന്ന സമയത്ത് ആ വീട് കണ്ടെത്തുന്നു. ആ വീട് കണ്ടെത്തുന്ന സമയത്ത് അവിടെ ഒരു പെൺകുട്ടി അവിടെ കിടക്കുന്നുണ്ട്, കൊച്ചുമോള്. അതിനുശേഷം തന്നെ ആ കുട്ടിയാണെങ്കിൽ നിലത്ത് കിടക്കുന്നതായിട്ടാട്ടോ കാണിക്കുന്നത്. അങ്ങനെ മോളെ എവിടെ, അമ്മ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
അപ്പോഴത്തേനും ആ കുട്ടി എനിക്ക് കുറച്ച് വെള്ളം തരുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ വർഷം വേഗം പോയിട്ട് ബോട്ടിലിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആ കൊച്ചിന് കൊടുക്കുന്നുണ്ട്. മതി ആൻറ്റി എന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് മോളുടെ അമ്മ എവിടെ, മോളുടെ പേരെന്താ? എൻ്റെ പേര് ആച്ചിയാണെന്ന് പറയുന്നു. ആ പേര് കേൾക്കുന്ന വർഷം ആകെ ടെൻഷൻ ആവുന്നുണ്ട്. തൻ്റെ അനിയത്തിയുടെ പേര്, അവളുടെ ഓർമ്മകളൊക്കെ ആ സമയത്ത് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആ കുട്ടി ആരാണോ എന്താണോ ഒന്നും അറിയില്ല. ആ സമയത്ത് ഈ കുട്ടിയുടെ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞിട്ട് ആ വിളിച്ച് നോക്കുന്നു. അപ്പോൾ ഒരാളുടെ സൗണ്ടാട്ടോ കേൾക്കുന്നത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. മോളെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. വർഷം അവിടെ നിന്ന് തിരിച്ച് പോകുന്നു കേട്ടോ. ആ സമയത്ത് വീണ്ടും വക്കീൽ ഓഫീസിൽ തന്നെയാണ് കാണിക്കുന്നത്. തൻ്റെ വക്കീലിനെ പോയി കാണുന്നുണ്ട് ശ്രീനാഥ്. അങ്ങനെ ആ വക്കീലാണെങ്കിലോ തൻ്റെ കേസ് ജയിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അയാൾക്ക് ഇൻഷുറൻസിൻ്റെ പൈസ കൂടുതൽ കിട്ടണം എന്ന രീതിയിലൊക്കെ പറയൽ തുടങ്ങി. താൻ എത്ര കാലമായി ഈ കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്നു, തന്നെ ഒഴിവാക്കാൻ പോവാണ്, എനിക്കും അത് തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അയാൾ നൈസായിട്ട് ഒഴിഞ്ഞു പോവാണ് കേട്ടോ. ആ സമയത്താണ് പിന്നെ ശ്രീനാഥ് പിന്നെ ഒരു തലവേദന പോലെ വരുന്നുണ്ട് കേട്ടോ. തലവേദന പോലെ വന്നതിന് ശേഷം അവിടെ ഇരിക്കുന്നു. അപ്പോഴത്തേനും നമ്മുടെ അഭി അവിടെ തന്നെയാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. അപ്പോൾ അഭി അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ആ ചേട്ടൻ എന്നെ മനസ്സിലായെന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് ശ്രീനാഥിന് ഓർമ്മക്കുറവുണ്ടായത് കാരണം അഭിയെ മുന്നേ കണ്ട പരിചയമേ ഇല്ല. എനിക്ക് മനസ്സിലായില്ലല്ലോ, എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ ചോദിച്ചപ്പോൾ ആ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, കാരണം എനിക്കൊരു ആക്സിഡൻറ്റിന് ശേഷം ചെറിയൊരു തലവേദനയും അതോടൊപ്പം തന്നെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ല, കുട്ടിയെ എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ വക്കീലാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? ഞാൻ ആദ്യം തട്ടുകടയിൽ വെച്ച് ചേട്ടനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. എൻ്റെ പേര് അഭിയുനാമി എന്നാണ് കേട്ടോ എന്ന് പറയുന്നു. എന്നെ പരിചയപ്പെടുത്തണ്ടല്ലോ, എൻ്റെ കാര്യങ്ങളൊക്കെ തനിക്ക് അറിയുന്നുണ്ടാവുമല്ലോ എന്ന്. കുട്ടിയെ ഇനി മറക്കാതിരിക്കാൻ നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് പറഞ്ഞിട്ടൊരു സെൽഫി എടുക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിനെ അറിയുണ്ടാവുമല്ലോ, കുട്ടിയെ കണ്ട പേര് അവനോട് പറയുമ്പോൾ അവന് മനസ്സിലാവുമല്ലോ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നു. പിന്നെ ചേട്ടൻ എന്താ ഇവിടെ? എൻ്റെ വക്കീൽ ഇവിടെ, എൻ്റെ ഒരു ആക്സിഡൻറ്റ് കേസ് ഉണ്ടായിരുന്നല്ലോ, അതിന് വേണ്ടിയിട്ട് ആ വക്കീൽ പോരാ, ഇനി വേറൊരു വക്കീൽ വെക്കണം വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഇൻഷുറൻസ് കമ്പനിക്കാരൊക്കെ എങ്ങനെയാണ്, വക്കീൽ ഒരുപാട് അതിന് വേണ്ടി നിൽക്കുമെന്ന് പറയുന്നു. ഒരു കാര്യം ചെയ്യാം, ചേട്ടന് വേണ്ടി ഞാൻ വാദിക്കാം, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ സംസാരിക്കാം, ഒന്ന് അകത്തേക്ക് വായോ എന്ന് പറയുന്നു. നമുക്ക് ഒരു ചായ കുടിച്ച് പുറത്തുനിന്ന് സംസാരിച്ചല്ലോ, ഡബിൾ ഓക്കെ, നല്ലൊരു ചായ കിട്ടുന്ന കട ഇവിടെയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ശ്രീനാഥും അതുപോലെ തന്നെ അഭിയും കൂടി ചായ കുടിക്കാൻ ഇറങ്ങുന്നു. ആ സമയത്ത് ശ്രീനാഥ് ആക്സിഡൻ്റ് ആയ കാര്യങ്ങളൊക്കെ അറിയുന്നു കേട്ടോ. വയനാട്ടിൽ വെച്ചാണ് എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചത് 6 മാസങ്ങൾക്ക് മുൻപേ എന്ന് പറയുന്നു. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പോകാനോ, ജീപ്പ് പിടിച്ചിട്ട് ഞാനൊരു കൊക്കയിലേക്കാണ് വീണതെന്ന് പറയുന്നു. ആ സമയത്ത് അഭിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി, ഇതാണോ ശ്രീനാഥ് എന്ന രീതിയിലൊക്കെ. പിന്നെ ഞാൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. 3 മാസങ്ങൾക്ക് ശേഷം വീട്ടുകാർക്ക് തന്നെ ഞാൻ ജീവനോടുണ്ടെന്ന് അറിയാൻ പറ്റിയിട്ടുള്ളൂ. കൊച്ചിയിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഒരാളെ തിരഞ്ഞിട്ടാണ്. പിന്നെ എൻ്റെ പഴയ കമ്പനിയിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടി മാത്രമല്ല, ആ താലിയും പട്ടുസാരിയും വാങ്ങിയിട്ട് അവളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ ചെല്ലുകയായിരുന്നു. ആ സമയത്താണ് ആക്സിഡൻറ്റ് സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ അഭിക്ക് കാര്യം മനസ്സിലായി, വർഷയുടെ ശ്രീയേട്ടൻ ഇയാൾ തന്നെയാണെന്നുള്ളത്. പിന്നെ തനിക്ക് എൻ്റെ പെണ്ണിനെ കാണണമെന്ന് പറഞ്ഞിട്ട് ആ വർഷയുടെ ആ ഫോട്ടോ കാണിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി ഉറപ്പാക്കി, അയ്യോ അഭിക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്, ഇനി എന്താണ് ചെയ്യേണ്ടത്? കാരണം ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷ എന്തായാലും ശ്രീയുടെ കൂടെ തന്നെ വരും, വിവേകേട്ടൻ ആകെ വിഷമത്തിലാവും എന്നുള്ളത് അഭിക്ക് മുൻകൂട്ടി അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അഭിക്ക് ഒരു തീരുമാനം ഇപ്പോൾ എടുക്കാൻ അറിയില്ല, കാരണം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. വർഷയോട് ഇത് പറയുമോ, അതായത് ശ്രീനാഥിനെ കണ്ട കാര്യം അഭി പറയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലൂടെ കാണാം കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. നല്ല നല്ല എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.